بسم الله الرحمن الرحيم. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا محمد بن غرير الزهري قال حدثنا يعقوب بن إبراهيم قال حدثني أبي عن صالح عن ابن شهاب أن عبيد الله بن عبد الله أخبره عن ابن عباس رضي الله عنهما وعنهم أنه تمارى هو والحر بن قيس بن حسن الفزاري رضي الله عنه في صاحب موسى عليه السلام. قال ابن عباس رضي الله عنهما هو خضر عليه السلام. فمر بهما أبي بن كعب رضي الله عنه فدعاه ابن عباس رضي الله عنهما فقال إني تماريت أنا وصاحبي هذا في صاحب موسى الذي سأل موسى السبيل إلى لقيه. هل سمعت النبي صلى الله عليه وسلم يذكر شيئا؟ قال نعم. سمعت رسول الله صلى الله عليه وسلم يقول بينما موسى في ملئ من بني إسرائيل إذ جاءه رجل فقال هل تعلم أحدا أعلم منك؟ قال موسى لا. فأوحى الله إلى موسى بلى عبدنا خضر. فسأل موسى السبيل إليه فجعل الله له الحوت آية. وقيل له إذا فقدت الحوت فارجع فإنك ستلقاه. وكان يتبع أثر الحوت في البحر. فقال لموسى فتاه أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن نذكره. قال ذلك ما كنا نبغي فارتدا على آثارهما قصصا فوجدا خضرا فكان من شينهما الذي قص الله عز وجل في كتابه. ആദ്യമായി ഈ സനദിലെ മഹാന്മാരായ മശായിഖന്മാർ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മുഹമ്മദ് ബിൻ ഖുറൈർ. ഈ പേരിൽ വേറൊരു റാവില്ല. മുഹമ്മദ് ബിൻ ഖുറൈർ എന്ന പേരിൽ റാവിമാരെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരാളില്ല. അതുകൊണ്ട് ഇത് അഫ്രാദാണ്. ഖുറൈർ എന്നവരുടെ പിതാവിൻ്റെ പേര് വലീദ്, അവരുടെ പിതാവിൻ്റെ പേര് ഇബ്രാഹിം, അവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബു അബ്ദില്ലാ അൽ ഖുറശിയോ അൽ സുഹരിയോ അൽ മദനിയോ. ഖുറൈശിയാണ്, സുഹരിയാണ്, മദനിയാണ്. സമർക്കന്ദിലായിരുന്നു അവരുടെ താമസം. അവരെപ്പറ്റി ഫിറബിരി എന്ന പേരിൽ അറിയപ്പെടലുമുണ്ട്. അത് ഇമാം ബുഖാരി ശിഷ്യനായ ഫിറബിരി അല്ല, ഇമാം ബുഖാരി ഉസ്താദാണത്, മുഹമ്മദ് ബിൻ ഖുറൈർ. അവരുടെ ഉസ്താദന്മാരായിട്ട് യാക്കൂബ് ബിൻ ഇബ്രാഹിം, മുത്തരിഫ് ബിൻ അബ്ദില്ലാ അന്നൈസാബൂരി, ഇങ്ങനെയുള്ള മഹാന്മാർ അവരുടെ ഉസ്താദന്മാരായിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരായിട്ട് ഒന്ന് ഇമാം ബുഖാരി തന്നെ,
അതുപോലെ അബൂ ജാഫർ മുഹമ്മദ് ബിൻ അഹ്മദ് നസർ അത്തുർമുദി ഇമാമുണ്ട്, അബ്ദുല്ലാഹിബിൻ ഷബീബ് എന്നവരുണ്ട്. ബുഖാരിയിൽ മുഹമ്മദ് ബിൻ ഖുറൈർ എന്നവരെ തൊട്ട് 3 ഹദീസുകളുണ്ട്. ഒന്ന് ഈ ബാബിൽ, പിന്നെ സക്കാത്തിൻ്റെ ബാബിൽ ബനൂ ഇസ്രായേൽക്കാർ ചരിത്രം പറഞ്ഞു കൊടുത്ത്. രണ്ടാമത്തെ റാവി യാക്കൂബ് ബിൻ ഇബ്രാഹിം ബിൻ സഅദ് ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ യൂസുഫ് എന്ന പേരിലാണ് അവർ അറിയപ്പെടൽ. യാക്കൂബ് എന്നവർ, അവരും ഖുറശിയാണ്, മദനിയാണ്, സുഹരിയാണ്. ബഗ്ദാദിലായിരുന്നു അവിടെ താമസം. അവരുടെ ഉസ്താദായിട്ട് കാര്യമായി അവരുടെ പിതാവ് തന്നെയാണ്. പിന്നെ മറ്റു വലിയ വലിയ മഹാന്മാരുമുണ്ട്. അവരെ തൊട്ട് ഇമാം അഹ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, യഹ്യ ബിൻ മഅ്യൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അലി ഇബ്നുൽ മദീനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇസ്ഹാഖ് ബിൻ റാഹവഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് ബിൻ യഹ്യ ദുഹലി, വലിയ വലിയ ആളുകൾ അവരെ തൊട്ട് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു സഅദ് പറയുന്നത് കാന സിഖത്തൻ മഅ്മൂന വലം യസൽ ബി ബഗ്ദാദ്. മൂന്നാമത് അവരുടെ പിതാവ് യാക്കൂബ് എന്നുള്ള പിതാവായ ഇബ്രാഹിമിന് സഅദ് എന്നൊരാളാണ് അവരുടെ ഉസ്താദായിട്ട് വരുന്നത്. ഇബ്രാഹിമിന് സഅദ്, അവരെ വിളിക്കൽ അബൂ യാക്കൂബ് എന്ന പേരിലാണ്. ഇബ്രാഹിം ബിൻ സഅദ് ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വമിൻ ജുംലത്തി ശുയൂഖി ശാഫിഈ റഹിമഹുല്ലാഹ്. ഈ ഇബ്രാഹിം എന്നവർ ഷാഫി ഇമാമിൻ്റെ മശായിഖന്മാരിൽ പെട്ട ഒരാളാകുന്നു. അവരെ സംബന്ധിച്ച് വിശദമായി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നാലാമത്തെ റാവി സ്വാലിഹ് ഇബ്നു കൈസാനാണ്, താബിഈയാണ്. അവരെ സംബന്ധിച്ച് വിശദമായി നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിർക്കലിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത് അവർ വഫാത്താവുമ്പം അവർക്ക് 160 ചില്ലാനം വയസ്സുണ്ട്. അവർ പഠനം തുടങ്ങുന്നത് 90ാമത്തെ വയസ്സിലാണ്. അത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ പറ്റി വിശദമായ ചർച്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഞ്ചാമത് മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ശിഹാബ് അസ്സുഹരി, അവരും താബിഈയാണ്. 2 താബിഈയായി. വിശദമായ ചർച്ച പോയതാണ് പലപ്പോഴായി. സുഹരി ഇമാമിനെ പറ്റി നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ആറാമത് ഉബൈദ് ബിൻ അബ്ദില്ലാഹി എന്നുള്ളവരാണ്. ഉബൈദ് ബിൻ അബ്ദില്ലാഹ് ബിൻ ഉയൈനത്ത് ബിൻ മസൂദ്, അവർ മദീനയിലെ 7 ഫുഖഹായിൽപ്പെട്ട ഒരാളാണ്. ഉബൈദ് ബിൻ അബ്ദില്ലാഹ് എന്നവർ, അവരെ സംബന്ധിച്ച് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏഴാമത്തെ ആള് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എട്ടാമത്തത് ഹുർറ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഹുർറ് ബിൻ ഖൈസ് ബിൻ ഹിസ്ൻ ഇബ്നു ഹുദൈഫത്ത് ബിൻ ബദ്ൻ അൽ ഫസാരി, അവരാണ് ഹുർറ് ബിൻ ഖൈസ്. സ്വഹാബിയാണ്. ഈ സനദിൻ്റെ പ്രത്യേകത എന്നതാ, 3 സ്വഹാബികളുമുണ്ട്, 3 താബികളും ഇതിലുണ്ട്. ഉയൈനത്ത് ബിൻ ഹിസിൻ എന്നവരുടെ സഹോദരൻ്റെ മകനാണ്. കൈസ് എന്നുള്ളത് ഉയൈനത്ത് ബിൻ ഹിസിൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഈ ഉയൈനത്ത് ബിൻ ഹിസിനും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉയൈനത്ത് ബിൻ ഹിസിൻ ഒരു ദിവസം ഹുർറ് ബിൻ ഖൈസ്, നമ്മുടെ റാബിയായ ഹുർറ് ബിൻ ഖൈസ്, അവർ ഹാഫിളാണ്, അവർ ഹദീസ് ഖുർആൻ ശരിക്ക് അറിയുന്നവരാണ്, മുഹദ്ദിസാണ്. ചെറിയ ആളാണെങ്കിലും വലിയ പണ്ഡിതനായതുകൊണ്ട് തന്നെ ഉയൈനത്ത് ബിൻ ഹിസ്ൻ ഹുർറ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശൂറയിൽപ്പെട്ട ആളായിരുന്നു. ഒരു ദിവസം ഉയൈനത്ത് ബിൻ ഹിസ്ൻ പറഞ്ഞു ഹുർറ് ബിൻ ഖൈസിനോട്, നീയും ഈ അമീറും തമ്മിൽ വലിയ ബന്ധമാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ അമീറുമായി, അമീർ എന്ന് ഉദ്ദേശിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്, അവരുമായി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്, ഒന്ന് സമ്മതം വാങ്ങിത്തരുമെന്ന് അങ്ങോട്ട് കടക്കാൻ. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ചോദിച്ച് സമ്മതം വാങ്ങിത്തരാം. അങ്ങനെ
ഹുർറ് ബിൻ ഖൈസ് ഉയൈനത്ത് ബിൻ ഹിസിന് വേണ്ടി സമ്മതം ചോദിക്കുകയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഉയൈനത്ത് ബിൻ ഹിസിൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് കയറി ചെന്നപ്പോൾ അയാൾ പറഞ്ഞ വർത്താനതാ, ഹീ യബ്നുൽ ഖത്താബ് ഫവല്ലാഹി മാ തുഅതീനൽ ജസല വലാ തഹ്കുമു ബൈനനാ ബിൽ അദൽ. ഇത് പറയാനാണ് സമ്മതം ചോദിച്ചിരുന്നത്. ഓ ഖത്താബിൻ്റെ മോനെ, ഈ ഞങ്ങൾക്ക് ഭാര്യക്കോരി തരണില്ല, നീതി കൊണ്ട് നീ ഞങ്ങളുടെ ഈ വിധിക്കുന്നില്ല, നീതി എന്താ ഞങ്ങൾക്ക് നല്ലോണം തരലല്ല, അത് തരണമില്ലല്ലോ. ഖത്താബിനെ ആക്ഷേപിക്കുക എന്ന് മാത്രമല്ല ബൈത്തുൽ മാലിൻ്റെ മുകളിൽ അവകാശപ്പെട്ടാത്തവർക്ക് കൊടുക്കണില്ല എന്നുള്ളതാണ് കുറ്റായി പറഞ്ഞത്. ഉമറു റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു എന്നല്ല, വല്ലാതെ ദേഷ്യം പിടിച്ചു. കാരണം സത്യത്തിനെതിരാണല്ലോ പറയണത്. ഉള്ള ബൈത്തുൽ മാലിലെ മതിൽ മുഴുവൻ പേർക്ക് കൊടുക്കാൻ പറ്റുമോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ഉമർ ഖത്താബ് ചാട്ടവാർ കൊണ്ട് അടിക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പോൾ ഹുർറ് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്നല്ലാഹു തആല ഖാല ലനബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ വഇന്ന ഹാദാ മിനൽ ജാഹിലീൻ. വേഗം ആയത്തോതി ഖത്താബിനോട് അടുത്ത് വെച്ചിട്ട് ഹുർറ് ബിൻ ഖൈസ് അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ അല്ലേ. ഈ ചങ്ങായി എൻ്റെ യാളാപ്പ ജാഹിലീങ്ങളിൽപ്പെട്ടവനാണ്. വല്ലാഹി മാ ജാവസഹാ ഉമർ ഹീന തരാ അലൈഹി. ഇതാണ് കേട്ടതോട് കൂടെ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം അവിടെ ഒതുക്കി വെച്ചു, ഒന്നും ചെയ്തില്ല. വക്കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹു തആലാന്റെ ആയത്ത് ഓതി കൊടുത്താൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നും പറയലില്ല. അങ്ങനത്തെ ആളായിരുന്നു. അപ്പോൾ അതാണ് ഹുർറ് ബിൻ ഖൈസ്. ചെറുപ്പക്കാരനാണെങ്കിലും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ വലിയ സ്ഥാനമാനങ്ങളുള്ളവരായിരുന്നു. ഈ സനദിലെ 9ാമത്തെ ആള് ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ വിളിക്കൽ അബുൽ മുന്ദിർ ആണ്. അൻസാരിയാണ്, ഖസ്റജിയാണ്. അവർ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനേക്കാളും വലിയ പവറാണ് അഖബയിൽ പങ്കെടുത്തവരാണ്. ഒന്നാമത്തെ അഖബയിലുള്ള കരാറ് കഴിഞ്ഞപ്പോൾ, സംഭാഷണങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിൽ ആകൃഷ്ടനായി ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാവുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള വലിയ ആഗ്രഹം കാരണമായി പിറ്റത്തെ വർഷം ഹജ്ജിന് പോകുകയും അവിടെ വെച്ചുണ്ടായിരുന്ന മദീനയിലേക്ക് നബി തങ്ങൾ ക്ഷണിച്ചും കൊണ്ടും നബി തങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടുള്ള മുമ്പ് നാം വിശദീകരിച്ചിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവത്തിൽ പങ്കെടുത്തു. നബി തങ്ങളെ മദീനയിലേക്ക് ക്ഷണിക്കാൻ പോയ നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. ആ കൂട്ടത്തിൽ വലിയ പ്രായമില്ലാത്ത, പ്രായം കുറഞ്ഞവരിൽപ്പെട്ടവരാണ് അവർ. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ഇമാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയല് സയ്യിദുൽ മുസ്ലിമീൻ. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് 164 ഹദീസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 164 ഹദീസ്. അതിൽ നിന്ന് മുത്തഫഖ് അലൈഹിയായ ഹദീസ് 3 ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത് 4, മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 7. അതായത് ബുഖാരിയിൽ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 7 ഹദീസുകളുണ്ട്.
മുസ്ലിമിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 10 ഹദീസുകളുമുണ്ട്. അവർ വഫാത്താകുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് റാജിഹ്. അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണെന്നും അഭിപ്രായമുണ്ട്. അവർ വഫാത്തായ ദിവസം മദീനയിൽ വല്ലാത്തൊരു സംഭവമായിരുന്നു. എല്ലാ ആളുകളും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപരിചിതനായ ഒരാൾ ചോദിച്ചു, എന്താ എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകുന്നു ഇന്ന്? അപ്പോഴാ പറഞ്ഞു, ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുൽ മുസ്ലിമീൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ്, വഫാത്തായിട്ടുണ്ട്, അവിടെ വീട്ടിലേക്കാണ് ഈ പോകുന്നത് എന്ന് ജനങ്ങൾ പറഞ്ഞു. അവരെ സംബന്ധിച്ച് അവരെ തൊട്ട് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയതായ 4 ആളുകളിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസ് ഖുർആൻ അവരെ കൊണ്ട് ഓതിപ്പിക്കലും അവർക്ക് സ്വന്തമായി ഓതിക്കൊടുക്കലുമുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ലം യകുനില്ലദീന കഫറു എന്ന് പറയുന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉബയ്യ് എന്നവർ ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പേര് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങളുടെ പേര് പറഞ്ഞ് ഉബയ്യിൻ്റെ പേരിൽ ഓതി കൊടുക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പം ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞു എന്നാണ്, വല്ലാതെ കരഞ്ഞു. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഓതുന്നവർ അഖ്റഊന ഉബയ്യുൻ എന്നാണ്. നമ്മളിൽ വെച്ച് ഏറ്റവും വലിയ ഖാരി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവാണ്. അവരെ തൊട്ട് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മെലിഞ്ഞ ശരീരവും വലിയ നീളമുള്ള ആളുമല്ല, കുറിയ ആളുമല്ല, വെളുത്ത് ഭംഗിയുള്ള ആളായിരുന്നു. അതോടുകൂടി അവസാന കാലത്ത് തലയിൽ മൈലാഞ്ചി ഇടുന്നവരല്ല, തലമുടിയും താടിമുടിയും വെളുത്ത് നരച്ചവരായിരുന്നു. അവർ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യു ആയത്തിൻ ഫിൽ ഖുർആനി അഅ്ളമു, ഖുർആനിൽ വെച്ച് ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? നബി തങ്ങൾ ഉബയ്യോട് അങ്ങോട്ട് ചോദിക്കാണ്. അപ്പോ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ഞിൽ കൈവച്ചു, ഒന്നടിച്ചു. നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ വാക്ക് ഇതാ, ലയഹിൻകൽ ഇൽമു അബുൽ മുൻദിർ, അവിടെ പേരാണ് അബുൽ മുൻദിർ, ഇൽമു നിങ്ങൾക്ക് എല്ലാ നിലക്കും ഇൽമു നിങ്ങൾക്ക് കീഴടങ്ങി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയ ആളുകൾ 4 ആളാണ്. 4 ആളും അൻസാറുകൾപ്പെട്ടവരുമാണ്. ഉബയ്യ് ഇബ്നു കഅബ്, മുആദ് ഇബ്നു ജബൽ, സെയ്ദ് ഇബ്നു സാബിത്ത്, അബൂ സെയ്ദ്, ഇങ്ങനെയുള്ള 4 ആളുകളാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ പൂർണ്ണമായി ഹിഫ്ളാക്കിയവർ. ഇന്ന് പിന്നെ അത് ബിസിനസ്സായി. ചെറിയ മക്കളെ കൊണ്ട് ഖുർആൻ മനപ്പാടാക്കുക, വലിയവർക്കാവുന്നൊന്നും വേണ്ട, ഒക്കെ ചെറിയ പൈതം മക്കൾക്ക്. എന്നിട്ട് അവരത് അവരുടെ മേൽ വലിയൊരു ഭാരം വെച്ച് കെട്ടുക. മുമ്പ് അതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്.
പരിശുദ്ധ ഖുർആനാണ് മനസ്സിൻ്റെ ഉള്ളിൽ അത് സ്ഥിരമായി നിൽക്കൽ വലിയ പ്രയാസമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം പഠിക്കുക എന്നല്ലാതെ ചെറിയ മക്കളെ അടിച്ചേൽപ്പിച്ച് വലിയൊരു ഭാരം അവരെ ഏൽപ്പിക്കൽ, പഠിച്ചത് മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അവർ മാതാപിതാക്കളെയും ഉസ്താദന്മാരെയും ശപിക്കലിലേക്കത് വരും. അതുകൊണ്ട് പഠിക്കേണ്ടത് വലിയവരാണ്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ചു അത് മറക്കാതിരിക്കാൻ വേണ്ടി എന്നും ഓതിക്കൊണ്ടിരിക്കുക. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഈ ഹിഫ്ദ് കോളേജുകാർ ചെയ്ത തമ്മാടിത്തരണ്ട്. എന്താ, അവർക്ക് ഇത്ര കൊല്ലം കൊണ്ട് പഠിക്കണം നിയമം ഉണ്ടാവും. ഇൻ്റർവ്യൂ ഇതൊക്കെയാണ് കുട്ടികൾ എടുക്കുക. എന്നാൽ അവർ വിചാരിച്ച സമയത്ത് കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ ആ കുട്ടികളാണ് പുറത്താക്കും. അവർ ചിലപ്പോൾ 15 ജ്യൂസോ 20 ജ്യൂസോ 5 ജ്യൂസോ 4 ജ്യൂസോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ആ പഠിച്ചതിനെ സംബന്ധിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല. അവർക്ക് അതിനെ സംബന്ധിച്ചൊരു ബോധവും കൊടുക്കൂല. ഇത് മറക്കാൻ പാടില്ല, പഠിച്ചത് സൂക്ഷിക്കണം എന്നുള്ള ചിന്തയില്ലാതെ ഇവരുടെ ഹിഫ്ദിന് കഴിയൂല. ഇവർ 2 മാസം 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ഹിഫ്ദാക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ കുട്ടികളെ പുറന്തള്ളും. അതൊക്കെ അപകടമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ പോലും മുഴുവൻ ഹിഫ്ദാക്കിയവരില്ല എന്നാണ് റൂഹുൽ ബയാൻ പോലുള്ള തഫ്സീറുകളിൽ പറയുന്നത്. എന്നാൽ സാധാരണയൊക്കെ പറയുന്ന വാക്കാണ് നബിൻ്റെ കാലത്ത് ഇവർ 4 ആളും ഖുർആൻ പാടാക്കിയിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ്, മുആദ് ഇബ്നു ജബൽ, സയ്യിദ് ഇബ്നു സാബിത്ത്, അബൂ സയ്യിദ്. ഇവർ 4 ആൾക്കും തന്നെ പൂർണ്ണമായി ഹിഫ്ദ് ഉണ്ടോ എന്ന് തർക്കമുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. എന്നാൽ ഖുർആൻ്റെ ഓരോരോ സൂറത്തുകളും ഓരോരോ ആയത്തുകളും മുത്തവാത്തിറാണ്. ധാരാളം ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും അറിയുന്നവർ അൽ-ബഖറ അറിയുന്നവർ ധാരാളമുണ്ട്. ഓരോരോ സൂറത്തും അറിയുന്നവർ ധാരാളമുണ്ട്. ഓരോരോ ആയത്തുകളും അറിയുന്നവർ ധാരാളമുണ്ട്. മുത്തവാത്തിർ തന്നെയാണ്. പക്ഷെ മുഴുവനും കൂടിയും അറിയുന്നവർ ഈ 4 ആളേ ഉള്ളൂ. അതല്ല ഒരാളും തന്നെ ഇല്ല. അതല്ല ഖുലഫാഉൽ അർബഅയും ആയിഷ റളിയല്ലാഹു അൻഹയും അടക്കം 7, 8, 10ഓളം ആളുകൾ പാഠമാക്കിയിട്ടുണ്ട് എന്നും പറയുന്നവരുണ്ട്. വഖാല ഇബ്നു അബ്ബാസ് ഖാല ഉമറു അഖ്ലാന അലിയുൻ വഅക്റൗന ഉബയ്യുൻ. നമ്മളിൽ വെച്ച് ഏറ്റവും വലിയ ഖാദി അലിയാർ തങ്ങളാണ്, നമ്മളിൽ വെച്ച് ഏറ്റവും വലിയ കാര്യ ഉബയ്യ് ഇബ്നു കഅബാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുണ്ടായിരുന്നു. റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ട് അക്റ ഉമ്മത്തി ഉബയ്യുൻ, എൻ്റെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ജസാഉൽ ഹുമ്മ, പനിയുടെ പ്രത്യേകത പ്രതിഫലം എന്താണ്? ഒരാൾക്ക് കൂടുതൽ കാലം പനിച്ചാൽ, എങ്കിൽ എപ്പോഴും പനി ഉണ്ടായാൽ, പനി വരുന്ന രോഗി പനി ഉണ്ടാകുന്നതിൻ്റെ പ്രതിഫലം എന്താണ്? ഖാല തജ്രിൽ ഹസനാത്തു അലാ സാഹിബിഹാ, പനിയുള്ളവൻ്റെ മേലിൽ ഹസനാത്ത് അങ്ങനെ ഒഴുകും. അതാ പനിൻ്റെ കൂലി. പനി ഉണ്ടാകുമ്പം കൂടുതലായി അവനിക്ക് ഹസനാത്തുകൾ അവൻ്റെ മേൽ ഒഴുകും. ഫഖാല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുമ്മൻ ലാ തംനഉനി ഖുറൂജൻ ഫീ സബീലിക്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാണ്, പടച്ചോനെ എനിക്ക് ഞാൻ നിന്നോട് പനിയെ ചോദിക്കുന്നു, നിന്റെ മാർഗത്തിൽ പുറപ്പെടലിനിക്ക്, യുദ്ധത്തിനിക്കും മറ്റാവശ്യങ്ങൾക്കും നിന്റെ സഭയിൽ പുറപ്പെടലിനിക്ക് തടയാൻ പാടില്ല, രോഗിയായി കെടുക്കാൻ പാടില്ല, ശരീരത്തിൽ പനി എപ്പോഴും വേണം. അങ്ങനെ പനി ഞാൻ ചോദിക്കുന്നു. അതിൻ്റെ ശേഷം എപ്പം തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാലും അവരുടെ ശരീരത്തിൽ പനിയുണ്ടാകും. എപ്പോഴും പനിയായിരുന്നു അവർക്ക്. ആ പനി കൂടുതലായതിൻ്റെ പേരിൽ, എപ്പോഴും പനിച്ചതിൻ്റെ പേരിൽ അവരുടെ സ്വഭാവത്തിലേക്ക് കാല ഉബയ്യും ഫീഹി ശറാസ, അവരുടെ സ്വഭാവത്തിൽ ഒരു പരുക്കത്തലുണ്ടായിരുന്നു. നല്ലവർക്ക് മനസ്സിനോട് പെരുമാറാൻ കഴിയും. കാരണം ഭയങ്കര പനിയല്ലേ, അത് കാരണമായിട്ട് അവർ ചോദിച്ചു ദ്വാരന്ന് വാങ്ങിയതാണ്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുസ്തജാബു ദുആ ആയിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി
നമ്മുടെ കൗമിൻ്റെ ഭൂമിയിലേക്കൊന്ന് പോവുക, എല്ലാവരും കൂടി ഒന്ന് വരീ. ഉഖ്റുജൂ ബിനാ ഇലാ അർളി ഖൗമിനാ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞാൻ പറ്റ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോട് കൂടെ പറ്റ ബാക്കിലായിരുന്നു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മറ്റൊരു സംഘവും മുന്നിലുമായിരുന്നു. ആ സമയത്താണ് ഒരു വലിയ മേഘം, മഴയും കോളും വന്നത്. ശക്തമായ മഴ വന്നു. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്രിഫ് അന്നാ അദാഹാ. ഈ മഴയുടെയും കോളിൻ്റെയും ശല്യം ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയണേ. അങ്ങനെ ഞങ്ങൾ മുന്നിലുള്ള സംഘവുമായി ഞങ്ങൾ ചെന്ന് കൂട്ടിമുട്ടി അവരുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തി നോക്കിയപ്പോൾ ഉമർ ഖത്താബ് അടക്കമുള്ള സംഘം മുഴുവനും നനഞ്ഞിട്ടുണ്ട്. അവിടെ വാഹനവും അവർക്കുള്ള സാധനങ്ങളും മുഴുവനും നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, ഇവർ വന്നപ്പം മാ അസ്വാബക്കും അല്ലദീ അസ്വാബന, ഞങ്ങൾക്ക് പിടിപെട്ട ഈ മഴയും കോളും നിങ്ങൾക്ക് പിടിപെട്ടിയില്ലേ? നിങ്ങളും നമ്മൾ ഒപ്പം പോണത്, നിങ്ങൾ ബാക്കിലും ഞങ്ങൾ മുമ്പിലും ചെറിയ ദൂരല്ലേ ഉള്ളൂ, നിങ്ങൾ മഴ ഒന്നും കണ്ടില്ലേ? അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഇന്ന അബൽ മുൻദിർ ഖാല അല്ലാഹുമ്മ സ്രിഫ് അന്നാ അദാഹാ. മഴയും കോളും കണ്ടപ്പോൾ അബുൽ മുൻദിർ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തോരുന്നു, അല്ലാഹുമ്മ സ്രിഫ് അന്നാ അദാഹാ. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞത് എന്താ? ഫഹല്ലാ ദഅവ്തും ലനാ മഅകും, നിങ്ങളോട് കൂടെ എന്തേ നമ്മൾക്കും വേണ്ടി ദുആ ചെയ്യാതിരുന്നത്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വച്ചിട്ട് ജുവൈബിർ എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ വന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഞാൻ നല്ല സംസാരശേഷിയുള്ള ആളാണ്, നല്ല പ്രാസംഗികനാണ്. അങ്ങനെ ഞാൻ ദുന്യാവിനെ പറ്റി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ ദുന്യാവിനെ വല്ലാതെ ചെറുതാക്കി. ഫതറക്തുഹാ ലാ തുസവ്വി ശൈആ. ദുന്യാവിനെ പറ്റി പറഞ്ഞ് അരക്കായിക്ക് ദുന്യാവ് പറ്റൂല എന്നാണ് പ്രസംഗിച്ചു. അപ്പോൾ ഉമർ ഖത്താബിൻ്റെ തൊട്ടടുത്തുണ്ട് താടിയും മുടി നിരച്ച വെളുത്ത ഒരാളുണ്ട്. വസ്ത്രവും വെളുത്ത, ഫുള്ള് വെളുപ്പ. ഫഖാല, നീ പറഞ്ഞ വാക്കുകൾ നല്ല വാക്കല്ല, ദുന്യാവിനെ പറ്റി നീ പറഞ്ഞ വാക്കുകളൊന്നും ശരിയായിട്ടില്ല, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. ദുന്യാവിനെ പറ്റി എനിക്ക് വല്ല പിടുത്തമുണ്ടോ? ഹൽ തദ്രി മദ്ദുന്യ, ദുന്യാവ് എന്താ എനിക്കറിയോ? ഫിഹാ ബലാഗുനാ ഔ ഖാല സാദുനാ ഇലൽ ആഖിറ. ആഖിറത്തിലേക്ക്, ആഖിറത്തിലേക്കുള്ള സാദ്, ഭക്ഷണം ഈ ദുന്യാവിലാണുള്ളത്. വഫിഹാ അഅ്മാലുനാ അല്ലതീ നുജ്സാ ബിഹാ, നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്ന അമലുകളും ദുന്യാവിൽ വെച്ചാണുള്ളത്. അതുകൊണ്ട് ദുന്യാവ് അരക്കായിക്കില്ല എന്ന് പറയരുത്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, റസൂലിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനേക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിനേക്ക് ഇബാദത്ത് എടുക്കാൻ, അതിനൊക്കെയുള്ള സ്ഥലമാണ് ഈ ദുന്യാവ്. അതുകൊണ്ട് ദുന്യാവ് അരക്കായിക്കില്ല എന്ന് നീ പറയല്ല, പറ്റ മോശാന്ന് പറയല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് സജ്ജമാക്കുന്ന സംഗതി ദുന്യാവാണ്. കുൽത്തുമൻ ഹാദാ യാ അമീറൽ മുഅ്മിനീൻ. അപ്പോൾ ഈ ജുവൈബിർ എന്ന പ്രാസംഗികൻ ചോദിക്കുകയാണ്, ആരാണ് അമീറുൽ മുഅ്മിനീൻ ഈ പറഞ്ഞ ആള്? ഖാല ഹാദാ സയ്യിദുൽ മുസ്ലിമീൻ ഉബയ്യ് ഇബ്നു കഅബ്. സയ്യിദുൽ മുസ്ലിമീൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മശഹൂറായ ഒരു ഹദീസ് ഉണ്ട്. നമുക്ക് മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ചും സുന്നികൾക്ക്, എല്ലാ വിഷയത്തിലും നമ്മുടെ അമലുകൾക്കെല്ലാം തെളിവാകുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താ? ബഹുമാനപ്പെട്ട ഇബ്നുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ജാഅ റുബുഉൽ ലൈലി ഖാമ. രാത്രിയുടെ റുബ് കഴിഞ്ഞു പോയാൽ, 4 ഭാഗം കഴിഞ്ഞു പോയാൽ റസൂലുള്ളാഹി എഴുന്നേൽക്കും. فقال أيها الناس اذكروا الله أيها الناس اذكروا الله.
جاءت الراجفة تتبعها الرادفة جاءت الراجفة تتبعها الرادفة جاء الموت بما فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുബൂൽ ലൈൽ രാത്രിയുടെ 4 ഭാഗം കഴിഞ്ഞു പോയാൽ നബി തങ്ങൾ എഴുന്നേൽക്കും. ഇശാന് ശേഷം സുബഹ് വരേക്കുമുള്ള സമയത്തെ 4 ഓരി വെച്ചതിൽ നിന്ന് 1 ഓരി ഉറങ്ങും. പിന്നെ റസൂലുള്ളാഹി എഴുന്നേറ്റ് പറഞ്ഞ വാക്കാണ് അയ്യുഹന്നാസ്, ജനങ്ങളെ അല്ലാഹു ദിക്റില്ലിക്കോളി, അല്ലാഹുവിനെ സ്മരിച്ചോളി. ഒന്നാമത്തെ ഊത്ത് സംഭവിച്ചു, അതിൻ്റെ പിറകെ തന്നെ രണ്ടാമത്തെ ഊതും സംഭവിക്കും. റാജിഫത്തോട് മുറാദ് ഒന്നാമത്തെ ഊത്താണ്. അപ്പോൾ ഒന്നാമത്തെ ഊത്ത് വന്നു കഴിഞ്ഞു, രണ്ടാമത്തെ ഊത്ത് അതിനോട് തുടർച്ചയായിട്ട് വരികയും ചെയ്യും. മരണത്തിലുള്ള ഒരു വലിയ ഭീകരതയോടുകൂടെ മരണവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏതായാലും വരുന്നുള്ള അർത്ഥത്തിനാണ് വന്നു എന്ന് പറയുന്നത്. ഫഖാല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഉക്സിറു സ്വലാത്ത് അലൈക്, ഞാൻ തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നവനാണ്. ഫമാ അജ്ഉ ലക മിൻ സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിൽ നിന്ന് എന്താണ് ഞാൻ തങ്ങൾക്കാക്കേണ്ടത്, എത്ര സമയം ഞാൻ സ്വലാത്ത് ചെല്ലണം? ഖാല മാ ശിഅ്ത, നിനക്കിഷ്ടമുള്ളത്ര. ഖുൽതു അർറുബഅ, ഞാൻ 4-1 ഖാല മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചത്ര. വഇൻ സിത്ത ഫഹുവ ഖൈറുൻ, നീ അത് കൂട്ടുകയാണെങ്കിൽ, റുബഅ 4-1 എന്ന് പറയുന്നത് കൂട്ടുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. ഖുൽതു അന്നിസ്ഫ, എന്നാൽ ഞാൻ പകുതി സ്വലാത്ത് ചെല്ലട്ടെ. ഖാല മാ ശിഅ്ത വഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക്, നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ, കൂട്ടുക അതിനേക്കാളും കൂടുതലായി ചെല്ലുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാൻ. ഖുൽതു അസ്സുലുസൈൻ, നാം 3-2 ചൊല്ലട്ടെയോ? ഖാല മാ ശിഅ്ത വഇൻ സിത്ത ഫഹുവ ഖൈറുൻ. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അജ്ഉ ലക സ്വലാത്തി കുല്ലഹാ, എൻ്റെ സ്വലാത്ത് മുഴുവനും ഞാൻ തങ്ങൾക്കാക്കും. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇദൻ യുക്ഫാ ഹമ്മുക, അപ്പോൾ അങ്ങനെ നീ നിൻ്റെ നിസ്കാരം മുഴുവനും, നിൻ്റെ സ്വലാത്ത് മുഴുവനും എനിക്കാക്കുകയാണെങ്കിൽ നിൻ്റെ ഹമ്മ്, വിഷമങ്ങൾ, ഇടങ്ങേറുകളെല്ലാം മതിയെ തീർക്കപ്പെടുകയും വയൗഫറു ദംബുക, നിൻ്റെ ദോഷങ്ങളെ പൊറുക്കപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന് ഇമാമിങ്ങൾ 2 അർത്ഥമാണ് വെച്ചിട്ടുള്ളത്. വളരെ ചിന്തിക്കേണ്ട ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സഹിഹായ ഹദീസാണ്. റാവികൾ ആരെല്ലാം റിപ്പോർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ഈ ഹദീസിൽ പറയുന്നത് എൻ്റെ ചോദ്യതാണ്, ഇന്നി ഉക്സിറു സ്വലാത്ത് അലൈക് ഫമാ അജ്ഉ ലക മിൻ സ്വലാത്തി, ഞാൻ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ഫമാ അജ്ഉ ലക മിൻ സ്വലാത്തി, ഈ മിൻ സ്വലാത്തി എന്ന സ്വലാത്തോട് ഉദ്ദേശം എന്താ? എൻ്റെ നിസ്കാരങ്ങളിൽ നിന്ന്, ഒരർത്ഥത, എൻ്റെ നിസ്കാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണ് ഞാൻ ആക്കേണ്ടത്? ഞാൻ ധാരാളം നിസ്കരിക്കുന്ന ആളാണ്, സ്വലാത്ത് വേറെ ചെല്ലുന്നുണ്ട്, അതോടുകൂടെ തങ്ങൾ നിസ്കരിക്കാനാണല്ലോ പറഞ്ഞത്. ദിക്റുല്ലാഹ്, തഹജ്ജുദ് നിസ്കരിക്കാനാണല്ലോ റസൂലുള്ളാഹി പറയുന്നത്. അപ്പം ഞാൻ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് തങ്ങൾക്ക് എത്രയാണ് ആക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, നീ ഉദ്ദേശിച്ചത്ര. അപ്പം 4-1 പകുതിയാക്കിയാലോ, സുലുസൈന് 66% അതല്ല 3. അപ്പോഴൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു, നീ ഉദ്ദേശിച്ചത്ര, ഏറെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഖൈറാണ്. അപ്പോൾ പറഞ്ഞ മറുപടി എന്താ? അജ്ഉ ലക സ്വലാത്തി കുല്ലഹാ, എൻ്റെ നിസ്കാരം മുഴുവനും ഞങ്ങൾക്കാക്കും. അവിടെ ഇമാമിങ്ങൾ ചില അർത്ഥം എന്താ? സ്വലാത്തിൽ നിസ്കാരം, അതായത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ മുഴുവനും നബി തങ്ങളെ പേരിലാക്കും. നമ്മൾ യാസീനോദിനെ ഇന്നാടെ അല്ലാഹുമ്മ ഇലാ ഹദ്റത്തി നബീനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ, എന്ന മാതിരി ഏത് നിസ്കാരം നിസ്കരിച്ചാലും പഠിച്ചോലെ ഇതിൻ്റെ സവാബ് നബി തങ്ങൾക്കാക്കണേ എന്ന് പറയും ഞാൻ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. പലരും ചോദിക്കലുണ്ട്,
നമ്മളെ സുന്നികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ, ഖുർആനോത്തുകൾ എന്ത് ചെയ്താലും ഇലാ ഹദ്റത്തിൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അത് എവിടുന്ന് കിട്ടിയതാണ്? ഇതാണ് അതിന് തെളിവ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവരുടെ നിസ്കാരങ്ങൾ മുഴുവനും തങ്ങൾക്കാക്കുകയാണ്. നമ്മളൊന്നും ഇതുവരെ ഒരു ദിവസം ആക്കിയിട്ടുണ്ടാവില്ല. ആകെ നമ്മൾ നിസ്കരിക്കണമില്ല, ഉള്ള നിസ്കാരം തന്നെ എത്ര നബി നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് നബി തങ്ങളെ ഇലാ ഹദ്റത്തിൽ വിളിക്കുക എന്നല്ലാതെ നിസ്കാരാക്കലുണ്ടോ? എന്നാൽ അതാക്കും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഇതാണ് അതിൻ്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം ചില റിവായത്ത് പ്രകാരം വരുന്നത്, ഞാൻ ധാരാളം ദുആ ചെയ്യലുണ്ട് രാത്രിയിൽ. രാത്രിയിൽ കൈതല്ല, ഞാൻ ധാരാളം ദുആ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ സ്വലാത്തിനൊക്കെ ലോവിയായ അർത്ഥം വെക്കുക. ഞാൻ ധാരാളം ദുആ ചെയ്യലുണ്ട്. ആ ദുആയിൽപ്പെട്ടൊരു പ്രധാന ദുആ ആണല്ലോ തങ്ങളെ മേൽ സ്വലാത്തില്ല എന്നുള്ള ദുആ. ആ തങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ എൻ്റെ ദുആകളിൽ നിന്ന് ഞാൻ എത്ര സമയം ചെലവഴിക്കണം? എത്ര സമയം ഞാൻ ദുആയിൽ നിന്ന് സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കണം? അവിടെ സ്വലാത്തോട് മുറാദ് ദുആ. അപ്പോൾ എൻ്റെ സ്വലാത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ദുആയിൽ നിന്ന് തങ്ങളുടെ സ്വലാത്തിന് വേണ്ടി ഞാൻ എത്ര നീക്കി വെക്കണം? അപ്പോഴാണ് പറഞ്ഞത് റുബ്ഉ, അതല്ല നിസ്ഫ്, അതല്ല സുലുസൈന്, അവസാനം റസൂലുള്ളാഹി അതിനേക്കാളും കൂട്ടിയാലും ഖൈറവറും മുഴുവനും. അപ്പം ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണില്ല, എൻ്റെ സമയം മുഴുവനും എൻ്റെ ദുആകൾ മുഴുവനും സ്വലാത്തായി മാറ്റുകയാണ് ഞാൻ. ഇങ്ങനെ അർത്ഥമുണ്ട്. രണ്ടർത്ഥവും ഇമാമിങ്ങൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ, അത് സ്വഹാബത്ത് മുഴുവനും മുഅ്മിനീങ്ങൾ മുഴുവനും അങ്ങനല്ലേ, നബി തങ്ങൾ കൂടെ കൊണ്ടുവരുന്നിരുന്ന സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഒരു ദിവസം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, തറാവീഹ് 20 റക്അത്ത്, ആദ്യമായി തറാവീഹ് 20 റക്അത്ത് മദീനത്തെ പള്ളിയിൽ ഇമാമായി ജമാഅത്തായി നടത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ്. അവരാണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് കാണിച്ചെന്നത് ഇമാമായിട്ട്. അതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നബി തങ്ങൾ 3 ദിവസം നിസ്കരിച്ചു. പിന്നീട് സ്വഹാബത്ത് മുനത്താബിൻ്റെ ഉസ്മാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുനത്താബ് റളിയല്ലാഹു അൻഹു ആദ്യ കാലത്തും നിസ്കരിച്ചിരുന്നു ഒറ്റക്കായിട്ട്. ജമാഅത്തായി 20 റക്അത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ചു. അതാണ് ശാഫി മദ്ഹബിൽ മറ്റുള്ളവർക്കും തറാവീഹ് 20 റക്അത്താണ്, 7 റക്അത്ത് സലാം വീട്ടണം എന്നുള്ള ഹദീസോ എന്നുള്ളതൊക്കെ വരുന്ന അവിടുന്നാണ്. എന്നുള്ള മഹാനാണ്. അവർ ചോദിച്ചു മുനത്താബ് റളിയല്ലാഹു അൻഹു ദിവസം, നിങ്ങൾ എന്താ എന്നെ ഭരണകർത്താവാക്കാത്തത്, അമീറാക്കാത്തത്, ഭരണത്തിലെ ഒരു പങ്കാളിയാക്കാത്തത് എന്താണ്? അവൻ പറഞ്ഞെന്താ, നിങ്ങളെ ശരീരത്തിനോട് ദുന്യാവാകുന്ന ചേറിനെ പുരട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അക്ര ആണ്. നിങ്ങൾക്ക് ദുന്യാവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചേറ് നിങ്ങളുടെ ശരീരത്തിൽ ആവരുത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാക്കാത്തത്. അല്ലാഹു തആല മഹാനോടുവരോട് കൂടെ നാം എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.